A rope of 2 meters long is cut into 5 equal pieces. What is the length of 3/4 of one of the pieces in meters in centimeters? അതായത് 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പീസിൻ്റെ 3/4 പാർട്ട് എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് മീറ്ററിലും കണ്ടുപിടിക്കണം, സെൻറ്റിമീറ്ററിലും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ റോപ്പിൻ്റെ ഒരു പീസിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഡ്രോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2 മീറ്റർ ആണല്ലേ. 2 അത് എത്ര പാർട്ടായി ഡിവൈഡ് ചെയ്തു? 5 ഈക്വൽ പീസസ് ആക്കി. അതിലൊരു പീസിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു 1/5 ദാറ്റ് ഈസ് 2 × 1/5 ദാറ്റ് ഈസ് 2/5. യൂണിറ്റ് എന്താണ്? 2 മീറ്റേഴ്സ് നല്ല തന്നിട്ടുള്ളത്, അപ്പം യൂണിറ്റ് മീറ്റർ. ഇതാണ് ലെങ്ത് ഓഫ് 1 പീസ്. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ് അല്ലേ. ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസാണ് കണ്ടുപിടിക്കേണ്ടത്. വൺ പീസിൻ്റെ ലെങ്ത്ത് 2/5 മീറ്റർ ആണ്. അപ്പോൾ 3/4 ഓഫ് 1 പീസ് എന്ന് വെച്ചാൽ 3/4 എന്ന് വെച്ചാൽ 3/4 ആണ്. സോ 3/4 × 2/5 മീറ്റർ അല്ലേ. 3/4 × 2/5 എന്താണ്? 3 × 2/4 × 5 മീറ്റർ അല്ലേ. ദാറ്റ് ഈസ് 3 × 2 എത്രയാണ്? 6/4 × 5 20. 6/20 മീറ്റർ ആണ് എന്ത്? ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ്. പക്ഷേ 6/20 നമുക്ക് ഇനിയും ചെറുതാക്കാം. 6/20 എന്ന് വെച്ചാൽ 6ന് പകരം നമുക്ക് 3 × 2 എന്ന് എഴുതാം. 20ക്ക് പകരം 2 × 10 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 2 ഡിനോമിനേറ്ററിലുള്ള 2 ക്യാൻസൽ ചെയ്യുക, കാരണം 2/2 1 അല്ലേ. ബാക്കിയുള്ള എന്താണ്? 3/10 എന്നും എഴുതാം അല്ലേ. 6/20ക്ക് പകരം 3/10 എന്നും എഴുതാം. 3/10 മീറ്റർ എന്നും എഴുതാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കണം. മീറ്ററിൽ നമ്മൾ കണ്ടുപിടിച്ചു, ഇനി സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കണം. നമുക്കറിയാം 1 മീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 3/10 മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 3/10 ഇൻറ്റു മീറ്ററിന് പകരം നമ്മൾ 100 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു, കാരണം 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ദാറ്റ് ഈസ് 3 × 100/10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 300/10 സെൻറ്റിമീറ്റർ. 300/10 എത്രയാണ്? 30 ആണ് അല്ലേ. സോ 30 സെൻറ്റിമീറ്റർ എന്നും എഴുതാം. സോ സെൻറ്റിമീറ്ററിൽ 30യും മീറ്ററിൽ 3/10 ആണ് ആൻസേഴ്സ്. 4 bottles of the same size were filled with 3 liters of water. One of these was used to fill 5 cups of same size. How much water is there in one such cup in liters and in milliliters? അതായത് 3 ലിറ്റർ വാട്ടർ 4 ബോട്ടിൽസിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബോട്ടിലിൽ വാട്ടർ 5 കപ്സിലും ഫിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര വാട്ടർ ഉണ്ടാവും? അത് ലിറ്ററിൽ കണ്ടുപിടിക്കണം, മില്ലി ലിറ്ററിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബോട്ടിലിൽ എത്ര വാട്ടർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ. ടോട്ടൽ എത്ര ലിറ്റർ വാട്ടറാണ്? 3 ലിറ്റർ വാട്ടറാണ് അല്ലേ. 3 അത് എത്ര ബോട്ടിലായി ഡിവൈഡ് ചെയ്തു? 4 ബോട്ടിലിൽ. അതിൽ ഒരു ബോട്ടിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു 1/4 അല്ലേ. ദാറ്റ് ഈസ് 3 × 1/4 ദാറ്റ് ഈസ് 3/4. യൂണിറ്റ് എന്താണ്? 3 ലിറ്റേഴ്സ് അല്ലേ കൊടുത്തിട്ടില്ല, അപ്പോൾ യൂണിറ്റ് ലിറ്റർ. ഇതാണ് ഒരു ബോട്ടിലുള്ള വാട്ടർ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കപ്പിലുള്ളതാണ് അല്ലേ. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ 1 കപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കപ്പിലേക്ക് നിറച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? ഒരു ബോട്ടിലിൽ നിന്നാണ് അല്ലേ. ബോട്ടിലിൽ നിന്നും 5 കപ്പിലേക്കാണ് നിറച്ചിട്ടുള്ളത്. ഒരു ബോട്ടിൽ 5 കപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു ബോട്ടിൽ എത്രയുണ്ട്? 3/4 ലിറ്റർ ആണ്. 3/4 എത്ര കപ്പിലായിട്ട് ഡിവൈഡ് ചെയ്തു? 5 കപ്സിൽ ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു കപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു 1/5. കാരണം ഒരു ബോട്ടിൽ നിന്നുമാണ് 5 കപ്സിലേക്ക് ഫില്ല് ചെയ്തത്. ഒരു ബോട്ടിൽ 3/4 ലിറ്റർ ഉണ്ട്. അത് 5 കപ്സിൽ ഡിവൈഡ് ചെയ്തു. അതിലൊരു കപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു 1/5 ചെയ്തു അല്ലേ. ദാറ്റ് ഈസ് 3 × 1/4 × 5 ദാറ്റ് ഈസ് 3/20 ലിറ്റർ. ഇതാണ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ 1 കപ്പ് അല്ലേ. ഇനി നമ്മൾ ലിറ്ററിൽ കണ്ടുപിടിച്ചു, ഇനി ഇത് മില്ലി ലിറ്ററിൽ കൂടി കണ്ടുപിടിക്കണം.
നമുക്കറിയാം 1 ലിറ്റർ എന്ന് വെച്ചാൽ എത്ര മില്ലിയാണ്? 1000 മില്ലിയാണ് അല്ലേ? സോ ദിസ് ഈസ് 3/20 ഇൻറ്റു 1 ലിറ്ററിന് പകരം 1000 മില്ലി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 3 × 1000/20 മില്ലി ലിറ്റർ. ദാറ്റ് ഈസ് 3000/20 മില്ലി ലിറ്റർ അല്ലേ? 3000/20 മില്ലി ലിറ്റർ എത്രയാണ്? ന്യൂമറേറ്ററിൽ ലാസ്റ്റുള്ള 0യും ഡിനോമിനേറ്ററിൽ ലാസ്റ്റുള്ള 0യും ക്യാൻസൽ ചെയ്യാം. ബാക്കി 300/2 ദാറ്റ് ഈസ് 150 ആണ് അല്ലേ? സോ 150 മില്ലിയാണ് എന്ത്? ഒരു കപ്പിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ. A watermelon weighing 4 kg was cut into 5 equal pieces. One piece was again halved. What is the weight of each of these 2 pieces in kilogram and in gram? അതായത് ഒരു വാട്ടർ മെലൺ ഉണ്ട്, അതിന് 4 കിലോഗ്രാമാണ്. അത് 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അതിൽ ഒരു പീസ് പിന്നെയും പകുതിയായിട്ട് മുറിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2 പീസസ് ഇല്ല, അതിലൊരു പീസിൻ്റെ വെയിറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കിലോഗ്രാമിൽ കണ്ടുപിടിക്കണം, ഗ്രാമിലും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പീസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. വെയിറ്റ് ഓഫ് 1 പീസ് കണ്ടുപിടിക്കാം. ഈ വാട്ടർമെലൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 4 കിലോഗ്രാമാണ് അല്ലേ? 4 ആണ്. അത് എത്ര പീസായി കട്ട് ചെയ്തു? 5 ഈക്വൽ പീസസായി കട്ട് ചെയ്തു. അതിൽ ഒരു പീസിൻ്റെ വെയിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു 1/5 അല്ലേ? ദാറ്റ് ഈസ് 4 × 1/5 ദാറ്റ് ഈസ് 4/5. യൂണിറ്റ് എന്താണ്? കിലോഗ്രാമിലല്ലേ? സോ കിലോഗ്രാം. ഇതാണ് വെയിറ്റ് ഓഫ് 1 പീസ്. ഇനി എന്ത് ചെയ്തു? ഇതിൽ ഒരു പീസ് എടുത്തിട്ട് പിന്നെയും ഹാഫ് ആക്കി അല്ലേ? അപ്പോൾ വെയിറ്റ് ഓഫ് ഹാഫ് ഓഫ് 1 പീസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് ഓഫ് 1 പീസ് 4/5 കിലോഗ്രാമാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ഹാഫ് ഓഫ് 1 പീസ് എന്താ? ഹാഫ് ഓഫ് 4/5. ഹാഫ് എന്ന് വെച്ചാൽ 1/2 അല്ലേ? സോ 1/2 ഇൻറ്റു 4/5 ആണ് ഒരു ഹാഫ് പീസിൻ്റെ വെയിറ്റ് അല്ലേ? ദാറ്റ് ഈസ് 1 × 4/2 × 5 ദാറ്റ് ഈസ് 4/2 × 5 എന്താ? 10 കിലോഗ്രാമാണ് എന്ത്? വെയിറ്റ് ഓഫ് ഹാഫ് ഓഫ് 1 പീസ് അല്ലേ? ഇനി ഇത് കിലോഗ്രാമിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് എന്തിൽ കണ്ടുപിടിക്കണം? ഗ്രാമിൽ കൂടി കണ്ടുപിടിക്കണം അല്ലേ? 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എത്രയാണ്? 1000 grams ആണല്ലേ? സോ ദിസ് ഈസ് 4/10 ഇൻറ്റു 1 കിലോഗ്രാമിന് പകരം നമ്മൾ എത്ര കൊടുത്തു? 1000 ഗ്രാം എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 4 × 1000/10 grams അല്ലേ? ദാറ്റ് ഈസ് 4000/10 grams. 4000/10 എന്താണ്? 400 ആണ് അല്ലേ? 400 gram ആണ് ആൻസർ.